കൊല്ലം ജില്ലയിലെ കടമ്പനാട് 7-ാം മൈലിലുള്ള സെന്റ് ജോസഫ് റെസിഡൻഷ്യൽ സ്കൂളിൽ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ സംഭവം വലിയ വാർത്തയായിരിക്കുകയാണ്. വയറിളക്കവും ഛർദിയും അതുപോലെ വയറുവേദനയും ബാധിച്ച് നിരവധി വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുക കൂടിയാണ്. സ്കൂളിലെ കുഴൽക്കിണറിൻ്റെ മോട്ടോർ പമ്പ് തകരാറിലായതിനെ തുടർന്ന് പുറത്തുനിന്ന് ടാങ്കർ ലോറിയിൽ എത്തിച്ച വെള്ളമാണ് വില്ലനായതെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത്. ടാങ്കറിൽ കൊണ്ടുവന്ന വെള്ളം സ്കൂളിലെ മറ്റൊരു കിണറ്റിലേക്ക് ഒഴിച്ച ശേഷമാണ് ഹോസ്റ്റൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത്. ഇതിന് പിന്നാലെയാണ് കുട്ടികൾക്ക് രോഗബാധ ഉണ്ടാകുന്നതും. സ്കൂളിൽ 2 കിണറുകളാണുള്ളത്. ഒന്ന് കുഴൽ കിണറും മറ്റൊന്ന് സാധാരണ കിണറുമാണ്. സാധാരണയായി കുഴൽ കിണറിൽ നിന്നുമാണ് മെയിൻ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ കിണർ കഴിഞ്ഞ 2 വർഷത്തോളമായി യാതൊരുവിധ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാതെ ഇട്ടേക്കുകയും കൂടിയായിരുന്നു. എന്നാൽ കുഴൽക്കിണറിലെ പമ്പ് പെട്ടെന്ന് തകരാറിലായതിനെ തുടർന്ന് പുറമേയുള്ള ഒരാൾക്ക് വെള്ളം എത്തിക്കാനായി സ്കൂൾ അധികൃതർ കരാർ നൽകുകയായിരുന്നു. ടാങ്കർ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളം സ്കൂളിലെ മെയിൻ ടാങ്കിലേക്ക് നിറയ്ക്കാനാണ് സ്കൂൾ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ടാങ്കർ ലോറിയിൽ നിന്നും നേരിട്ട് മുകളിലെ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ വർഷങ്ങളായി ഉപയോഗിക്കാതെ മൂടിയിട്ടിരുന്ന കിണറിലേക്ക് ഈ വെള്ളം ഒഴിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ഈ കിണറ്റിൽ നിന്നുമാണ് പിന്നീട് മെയിൻ ടാങ്കിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്ത് കുട്ടികളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത്. ഈ വെള്ളം ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകുകയും വായ കഴുകുകയും ചെയ്ത കുട്ടികൾക്കാണ് വ്യാപകമായി വയറിളക്കവും ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. അതേസമയം തന്നെ താനൊരു സാധാരണ കിണറ്റിൽ നിന്നും കൃത്യമായി അനുമതിയോടെയാണ് വെള്ളം എടുത്തതെന്നാണ് ലോറി ഉടമ അവകാശപ്പെടുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇയാളൊരു കിണർ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മാണ ആവശ്യങ്ങൾക്കായി നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് പണിക്ക് വെള്ളം എത്തിക്കുന്ന ലോറിയാണിത്. താൻ വെള്ളം ശേഖരിച്ച കിണറിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇയാൾ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. നിലവിൽ ഇയാൾ കാണിച്ചിരുന്ന കിണറിലെ വെള്ളത്തിന്റെ സാമ്പിളും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ സ്കൂളുകാരും അതുപോലെ വീട്ടുകാരൊക്കെ പറഞ്ഞതല്ല, തൊട്ടടുത്തൊരു പാറമടയിൽ നിന്നുമാണ് ഈ വെള്ളം എത്തിച്ചതെന്നും ആ വെള്ളമാണ് ഈ കുട്ടികൾ ഉപയോഗിച്ചതെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികൾക്കും വിദ്യാർത്ഥികളടക്കമുള്ളവർക്കെല്ലാം ഉണ്ടായതെന്നുമാണ് അധ്യാപകരും അതുപോലെ ഈ രക്ഷിതാക്കളുമെല്ലാം പറഞ്ഞു വെക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട 3 കുട്ടികൾ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് രക്ഷിതാക്കൾക്ക് അനുകൂലമായ യാതൊരുവിധ നിലപാടും ഉണ്ടായിട്ടില്ല എന്നാണ് ഉയർന്നു വരുന്ന പ്രധാന പരാതി. രോഗബാധ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പോരുവഴി ഹെൽത്ത് സെന്ററിൽ നിന്ന് സ്കൂൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി പ്രത്യേക മഞ്ഞപ്പിത്ത പരിശോധനയും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം തന്നെ ടാങ്കർ ലോറി ജനവാസ മേഖല ഇല്ലാത്ത ദൂരെയുള്ള ഒരു പാറമടയിൽ നിന്നുമാണ് വെള്ളം ശേഖരിച്ചതെന്നാണ് നാട്ടുകാർ ശക്തമായി പറയുന്നത്. ലോറി പാറമടയിൽ നിന്നും വെള്ളം അടിക്കുന്നത് കണ്ട ദൃക്സാക്ഷികളും പ്രദേശത്തുണ്ടാകുന്നുണ്ട്. നിലവിൽ സ്കൂളിൽ നിന്നും ടാങ്കർ ലോറി ഉടമ കാണിച്ച കിണറ്റിൽ നിന്നും ശേഖരിച്ച ജലത്തിന്റെ സാമ്പിളുകൾ കൃത്യമായി പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിരിക്കുക കൂടിയാണ്. ഈ പരിശോധനാ ഫലം വന്ന ശേഷം ലോറി ഉടമയ്ക്കെതിരെയും കുറ്റക്കാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നാണ് SHO അറിയിച്ചിരിക്കുന്നത്. വെള്ളം പാറമടയിൽ നിന്നും തന്നെയാണ് ശേഖരിച്ചെന്ന കാര്യത്തിൽ നിലവിൽ കൃത്യമായ രേഖാമൂലമുള്ള തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പൂർണ്ണമായും ശാസ്ത്രീയ പരിശോധനാ ഫലത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഷൂർനാട് SHO ശ്രീകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് അവർക്കെതിരെ നിയമപരമായ നടപടി എടുക്കേണ്ടത് ആരോഗ്യവകുപ്പാണെന്നാണ് പോലീസിന്റെ നിലപാട്. സമീപത്തെ ഒരു പാറമടയിൽ നിന്ന് ശേഖരിച്ച വെള്ളമാണ് ടാങ്കറിൽ എത്തിച്ചെന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരുമെല്ലാം ഒരേ സമയം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടമായതോടെ വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾക്ക് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞെങ്കിലും നിരവധി കുട്ടികൾ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലുമാണ്. ഏതാണ്ട് 180ഓളം കുട്ടികൾക്ക് രോഗബാധ ഉണ്ടായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കുട്ടികളുടെ ആരോഗ്യനിലയെക്കുറിച്ച് അറിയാൻ വലിയ തോതിൽ രക്ഷിതാക്കൾ സ്കൂളിലും ആശുപത്രിയിലും എത്തിച്ചേരുന്നുമുണ്ട്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ സ്കൂളിലെത്തി ജലസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുമുണ്ട്. ഈ ശാസ്ത്രീയ പരിശോധന ഫലം പുറത്തു വന്ന ശേഷമേ രോഗബാധയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമാകൂ എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. അതേസമയം തന്നെ വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാതെ വിതരണം ചെയ്തതിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതരമായ അനാസ്ഥ സംഭവിച്ചതായി രക്ഷിതാക്കൾ ആരോപിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് സ്കൂളിലെ പഠനാന്തരീക്ഷവും താളം തെറ്റിയിരിക്കുക കൂടിയാണ്. പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. വെള്ളം എത്തിച്ച് ടാങ്കർ ലോറിയെക്കുറിച്ചും ജലത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുമുണ്ട്. വിദ്യാർത്ഥികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തി റെസിഡൻഷ്യൽ സ്കൂളിൽ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യത്തിൽ കർശനമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ശേഖരിച്ച ജലസാമ്പിളുകളുടെ ലാബ് പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് അധികൃതരും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളും നാട്ടുകാരുടെയും ആവശ്യം എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്കും ഹോസ്റ്റലിലെ ആവശ്യങ്ങൾക്കും വേണ്ട വെള്ളം ലഭ്യമാക്കുന്നതിനായി സ്കൂൾ അധികൃതർ പുറത്തുനിന്ന് ടാങ്കർ ലോറി വഴി വെള്ളം എത്തിക്കുന്ന സംവിധാനം ഒരുക്കിയതായാണ് അറിയുന്നത്. എന്നാൽ ഈ വെള്ളത്തിൻ്റെ ഉറവിടവും ഗുണനിലവാരം സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളും ഉണ്ടാകുന്നത്. ടാങ്കർ വഴി എത്തിച്ച വെള്ളം സ്കൂളിലെ മറ്റൊരു കിണറ്റിലേക്കാണ് ഒഴിച്ചെത്തിക്കുന്നത്. അവിടെ നിന്നാണ് പമ്പ് ചെയ്ത് നേരെ ടാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളിൽ ആരോഗ്യ പ്രശ്നങ്ങളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും.
രക്ഷിതാക്കളും നാട്ടുകാരും ഉയർത്തുന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരം കൂടിയാണ്. സമീപപ്രദേശത്തെ ഈ പാറമടയിൽ നിന്നാണ്, അതും അത്രയും ദുഷിച്ച വെള്ളമെന്നാണ് പറയുന്നത്. അതായത് അത്രയും കെട്ടിക്കിടക്കുന്ന ആ വെള്ളം എടുത്തിട്ടാണ് ഇവർ ടാങ്കർ ലോറിയിൽ എത്തിച്ച് കിണറ്റിലേക്ക് ഒഴിച്ചെന്നുള്ളതാണ് ആരോപിക്കുന്നത്. വർഷങ്ങളായി വേണ്ടാത്ത വിധം പരിപാലിക്കാതെ, അല്ലെങ്കിൽ വേണ്ട വിധത്തിലൊന്നും പരിപാലിക്കാതെ കിടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും ഇവർ ഉയർത്തുന്നുമുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അന്തിമ നിഗമനങ്ങളിലൊന്നും എത്തരുതെന്നും അത് അങ്ങനെ എത്തുന്ന ഉചിതമല്ല എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. സംഭവം എന്തായാലും പുറത്തു വന്നതോടെ ആശുപത്രികളിലേക്ക് കുട്ടികളുടെ ഒഴുക്ക് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഛർദി, വയറിളക്കം, വയറുവേദന, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ ചികിത്സ തേടിയെത്തുന്നത്. ചിലർക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ സാധിച്ചെങ്കിലും നിരവധി കുട്ടികൾക്ക് ചികിത്സ തുടരേണ്ടി വരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രകടമായതോടെ രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പലരും ആശുപത്രികളിലേക്കും സ്കൂളുകളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ ഒരേ സമയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും നിരവധി സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഗുണനിലവാരം കൃത്യമായി പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം മാനേജ്മെൻറ്റുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വെള്ളത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് പോലും വ്യക്തതയില്ലാത്തൊരു അവസ്ഥ ആശങ്ക വർദ്ധിപ്പിക്കുന്ന കൂടിയാണ്. സംഭവത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് രംഗത്ത് വരികയും ചെയ്തു. ജലസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗബാധയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനകൾ നിർണായകമാവുകയും ചെയ്യും. വെള്ളത്തിലൂടെയാണോ രോഗം പടർന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുക കൂടിയാണ്. ലാബ് റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷമേ അന്തിമ നിഗമനത്തിൽ എത്താൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ നിലപാട്. ഇതിനിടെ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ രക്ഷാകർത്താക്കൾ ശക്തമായ വിമർശനമാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാതെ വിദ്യാർത്ഥികളുടെ ഉപയോഗത്തിനായി വിതരണം ചെയ്തതിൽ ഗുരുതര അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിനാണ് ആരോപിക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടും കാര്യങ്ങൾ വേണ്ട വിധം കൈകാര്യം ചെയ്തില്ല എന്നും ചില രക്ഷിതാക്കൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് സ്കൂൾ അധികൃതർ വിശദമായ പ്രതികരണം ഇനിയും പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ ഇതുവരെ മറുപടി പറയാൻ തയ്യാറായിട്ടുമില്ല. സംഭവം വലിയ വിവാദമായതോടെ സ്കൂളിൻ്റെ പ്രവർത്തനവും വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് വിവരങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇവരാരും സ്കൂളിലേക്ക് പോകുന്നില്ല എന്നും അറിയുന്നുണ്ട്. കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുന്നതിനാൽ പഠനാന്തരീക്ഷവും മൊത്തത്തിൽ താളം തെറ്റിയിരിക്കുകയാണ്. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും സ്ഥിതിഗതികൾ സാധാരണ നിലയിലാവുകയും ചെയ്യുന്നതുവരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും ആവശ്യം. പോലീസും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. വെള്ളം എത്തിച്ച ടാങ്കർ ലോറിയെ സംബന്ധിച്ചും വെള്ളത്തിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചും നിരവധിയായ പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത്. ശാസ്ത്രീയ പരിശോധനകളെല്ലാം വരട്ടെ, അതിനുശേഷമാണ് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുകയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞത്. ഈ സംഭവം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ കൂടി വഴിവെച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന കേരളത്തിലെ കുട്ടികൾ അവർക്ക് ശുദ്ധമായ കുടിവെള്ളം പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത്. സ്വകാര്യ സ്കൂളായിരുന്നാലും സർക്കാർ സ്കൂളുകളായിരുന്നാലും വിദ്യാർത്ഥികളുടെ ആരോഗ്യം സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാനാവില്ല എന്നാണ് പൊതുവായ അഭിപ്രായം ഉയർന്നത്. പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ സംവിധാനങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചാണ് കഴിയുന്നത് പോലും. ഭക്ഷണം, വെള്ളം, താമസം, ശുചിത്വം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തത്തെ കൂടിയാണ്. അതിനാൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ കൂടുതൽ കർശനമായ പരിശോധനകളും നിരീക്ഷണങ്ങളും അനിവാര്യം കൂടിയാണ്. ജലസ്രോതസ്സുകളുടെ ഗുണനിലവാരം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ബദൽ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. രക്ഷിതാക്കളുടെ ആശങ്കയും അതുപോലെ തന്നെ പ്രതിഷേധവും ഈ സാഹചര്യത്തിൽ സ്വാഭാവികമാണ്. സ്വന്തം കുട്ടികൾ സുരക്ഷിതരാണെന്ന് കരുതി സ്കൂളിലേക്ക് അയച്ച മാതാപിതാക്കൾക്ക് ഒരേ സമയം നിരവധി കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യം വലിയ മാനസികാഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കുകയും വേണമെന്നാണ് അവരുടെ എല്ലാവരുടെയും ആവശ്യം. ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ലാബ് പരിശോധനയ്ക്കാണ്, അല്ലെങ്കിൽ ആ ഫലം വരുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളത്തിൽ എന്തെങ്കിലും മലിനീകരണം ഉണ്ടായിരുന്നോ, രോഗബാധയ്ക്ക് കാരണം അതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളാണോ കാരണമായെന്നെല്ലാം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ സംഭവത്തെക്കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ലഭിക്കൂ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ അശ്രദ്ധയ്ക്ക് ഒരിടവും ഉണ്ടാകരുതെന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ ഒരു ചെറിയ വീഴ്ച പോലും നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാമെന്ന ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. ശുദ്ധജലം, ആരോഗ്യ സുരക്ഷ, ശുചിത്വം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ മഴക്കാലമാണ്. ഏറ്റവും അധികം
ശുദ്ധിയായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം കൂടിയാണ്. ഏറ്റവും കൂടുതൽ അസുഖം പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വീഴ്ച ഒരുപക്ഷെ വലിയ ആഘാതങ്ങൾക്ക് വഴിവെക്കാനും കാരണമാകും. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുകയും യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരികയും തന്നെ ചെയ്യുകയും വേണം. വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്.